ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട്, ഏരീസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് മാർച്ച് മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മാർച്ച് മന്ത്ലി മെസ്സേജസ് പറയണതെന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ഏരീസ്, എന്താണ് നിങ്ങളുടെ മാർച്ച് മാസത്തിന്റെ ഓവറോൾ എനർജി? മാർച്ച് മാസത്തിന്റെ ഓവറോൾ എനർജി നിങ്ങൾക്ക് 2 ഓഫ് പെന്റിക്കിൾസ് ആണ് വന്നിരിക്കണേ. പാസ്റ്റിന്റെ എനർജി നിങ്ങളുടെ 4 ഓഫ് സോഡ്സ്. കറണ്ട് എനർജി മാർച്ചിന്റെ പേജ് ഓഫ് പെന്റിക്കിൾസ്. എന്താണ് ഫ്യൂച്ചർ എനർജി? ഫ്യൂച്ചർ എനർജി നിങ്ങളുടെ സൺ. എന്താണ് നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം? ഈ മാസത്തിന്റെ ചാലഞ്ച് സ്ട്രെങ്ത് ആണ്. അഡ്വൈസ് എന്താണ്? അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 7 ഓഫ് പെന്റിക്കിൾസ്. എന്താണ് ഇവിടെ സർപ്രൈസ് ഫാക്ടർ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് മജിഷ്യൻ ആണ്. ഔട്ട്കം എന്താണ് നിങ്ങളുടെ? ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ഏരീസ്, ഇവിടെ ഞാൻ കാണുന്നത് 2 ഓഫ് പെന്റിക്കിൾസ് ആണ് വന്നിരിക്കണേ നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട്. അപ്പോൾ 2 ഓഫ് പെന്റിക്കിൾസ് ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. നിങ്ങളെല്ലാം കൂടിയും പറഞ്ഞാൽ നിങ്ങളുടെ സമയം നിങ്ങൾ മാനേജ് ചെയ്യാൻ നോക്കണോ, നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നടക്കണോ, നിങ്ങളുടെ കരിയറും പേഴ്സണൽ ലൈഫ് എല്ലാത്തിലും ഒരു ബിസി മാതിരി ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സമയം കിട്ടണില്ല എല്ലാത്തിനും വേണ്ടിയിട്ട്, എല്ലാം മാനേജ് ചെയ്യാൻ നോക്കണു. കുറേ ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയും ഇവിടെ കാണാണ്ട്. അപ്പോൾ ചില കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സക്സസ് ഇല്ല, ചില ഡിസപ്പോയിൻമെൻറ്റ്സ് ഞാൻ കാണുന്നുണ്ട്. വേറെ ആൾക്കാരുടെ കൂടെ വഴക്കുണ്ട്, വേറെ ആൾക്കാരുടെ കൂടെ കോമ്പറ്റീഷൻ്റെ എനർജി ഉണ്ട്. പക്ഷേ അവരുടെ ഇങ്ങനെ ഒരു പെരുമാറ്റം കാണുമ്പോൾ നിങ്ങൾക്കും അത് കുറേ ഹേർട്ട് ആവണു. അപ്പോൾ ഇത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ഇല്ലച്ചാൽ കലീഗ്സിൻ്റെ കൂടെ, ഓഫീസ് പോളിറ്റിക്സ് ആവാം, ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ വഴക്കാവാം, പാർട്ട്ണറുടെ കൂടെ, ഹസ്ബൻഡ്, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, അങ്ങനത്തെ ക്ലോസ് റിലേഷൻഷിപ്സിൽ എന്തോ വഴക്കുണ്ടാവണ എനർജി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് 4 ഓഫ് സോഡ്സ് ആണ്. 4 ഓഫ് സോഡ്സ് ഒരു റെസ്റ്റിൻ്റെ എനർജിയാണ്, ഹീലിംഗിൻ്റെ എനർജിയാണ്, സെപ്പറേഷൻ്റെ എനർജി ആവാം. അപ്പം നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത്, ഞാൻ പറഞ്ഞ മാതിരി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ലൈഫിൽ, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹീലിംഗ് എനർജിയിലായിരുന്നു. ചിലവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നിങ്ങൾ ഓവർകം ചെയ്തു. അതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ മുമ്പോട്ടേക്ക് പോകാൻ പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. ഞാൻ കാണുന്നത് ഇപ്പോൾ കറണ്ട് എനർജിയിൽ മാർച്ചിലൊരു പുതിയ തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു ജോബ് ആവാം, അതല്ല ഒരു പുതിയ റിലേഷൻഷിപ്പ് ആവാം. കുറേ ഒരു സ്റ്റെബിലിറ്റിയിൽ ബിഗിനിങ് ആണ്, സ്റ്റെബിലിറ്റിയിൽ തുടക്കമാണ് ഇത്. ഈ തുടക്കം ഉണ്ടായാലും നിങ്ങൾ കുറേ ഒരു ഐസൊലേറ്റഡ് എനർജിയിലാണ്. ഞാൻ ഇവിടെ ഒരു ഡെവിൽ എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ, ഈ സിറ്റുവേഷനിൽ ഒരു പുതിയ തുടക്കം ഉണ്ടായാലും നിങ്ങൾ വേറെ ആൾക്കാരുടെ കൂടെ കൂടുതൽ ഇങ്ങനെ സോഷ്യലൈസ് ഒന്നും ചെയ്യണില്ല. കുറച്ചൊരു ഐസൊലേറ്റഡ് എനർജിയിലാണ്. അങ്ങനെ പറഞ്ഞാൽ മുമ്പത്തെ മാതിരി നിങ്ങൾ ഓപ്പൺ അല്ല, കുറേ കൂടിയും ഒരു തനിച്ച് ഇരിക്കണ എനർജിയിലാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഡെവിൽ കാണാണ്ട് കുറച്ചൊരു ടോക്സിക് എനർജിയാണ്. എന്താ വെച്ചാൽ വേറെ ആൾക്കാരുടെ കൂടെ കാര്യങ്ങൾ ഷെയർ ചെയ്യണില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഇവിടെ ഉണ്ട്. പക്ഷെ ഫ്യൂച്ചറിൽ സണ്ണാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ക്ലാരിറ്റി വരുന്നുണ്ട്. ഫ്യൂച്ചറിൽ ഞാൻ ഒരു നല്ല സമയം വരണ എനർജി കാണുന്നുണ്ട്. കുറേ അബണ്ടൻസിൻ്റെ എനർജി ഉണ്ട് ഫ്യൂച്ചറിൽ. ഞാൻ കാണുന്നത് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മാത്രമല്ല, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാത്തിലും ഒരു സ്റ്റെബിലിറ്റി വരുന്നു. നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ ഒരു ഡോക്ടറുടെ ഹെൽപ്പ് കിട്ടിയാൽ നിങ്ങൾക്ക് നല്ല പോലെ റിക്കവർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു എനർജി ഉണ്ട്. ആദ്യം ഇവിടെ ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയും കാണാണ്ട്, കുറേ പാഷൻ്റെ എനർജി കാണാണ്ട്.
അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം എന്താണെന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലത്തെ മനസ്സിൻ്റെ സ്ട്രെങ്ത് അതാണ് നിങ്ങളെ ഈ മാസം കുറച്ച് ടെസ്റ്റ് ചെയ്യുക. എന്താ വെച്ചാൽ ചില ചാലഞ്ചസ് ഉണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലിയുടെ കാര്യത്തിൽ, ഇല്ലാച്ചാൽ മാരേജിൻ്റെ കാര്യത്തിൽ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ, എന്തെങ്കിലും ലോങ് ടേം ഉള്ള കാര്യത്തിൽ ചില ചാലഞ്ചസ് ഉണ്ട്. ഇത് ചിലവർക്ക് നിങ്ങളെ ഒരു വലിയ കമ്പനിയിലാണ് ജോലി ചെയ്യണമെന്ന് വെച്ചാൽ ആ ബോസിൻ്റെ കൂടെ ഇഷ്യൂസ്, അങ്ങനത്തെ എന്തോ ചാലഞ്ചസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് ആ കാര്യത്തിൽ കുറച്ച് സൂക്ഷിക്കണം. ഇമോഷണലി നിങ്ങൾക്ക് കുറേ ഒരു പറഞ്ഞ ഇമോഷണലി ആയിരിക്കും അത് കൂടുതൽ നിങ്ങളെ എഫക്റ്റ് ചെയ്യുക ഈ മാസം. ഓക്കെ, കുറേ ഒരു ഡിപ്രഷൻ മാതിരി ഒരു എനർജിയും കാണാണ്ട്. അപ്പം മെൻ്റൽ ഹെൽത്തിൽ കുറേ സൂക്ഷിക്കണം ഈ മാസം. 7 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിരിക്കണം ഇവിടെ. 7 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണ എനർജിയാണ്. ഇത് അഡ്വൈസാണ് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ ഇട്ട എഫേർട്ടിൻ്റെ ഒക്കെ നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടും. പക്ഷേ ചിലവർക്ക് അത് ഉടനെ അല്ല ഉണ്ടാവുക. ഓക്കെ, ചിലവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും പേഷ്യൻ്റ്ലി. ഞാനിവിടെ ചില ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നിങ്ങൾ കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്താൽ കുറച്ച് സമയം കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലൊരു സ്റ്റെബിലിറ്റി വരുന്ന എനർജി ഞാൻ കാണുന്നുണ്ട്. ഇതിൻ്റെ മുമ്പേ ഇപ്പോഴും ഇൻഫാക്റ്റ് നിങ്ങളുടെ മാർച്ച് എനർജിയിലും ചില കാര്യങ്ങൾ നല്ലതാണ്, ബട്ട് ചിലത് അത്ര നല്ലതല്ല. പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ഒരു എനർജിയാണ്, ഒരു സ്റ്റേബിൾ അല്ലാത്ത എനർജിയാണ്. പക്ഷെ നിങ്ങൾ പോണത് സ്റ്റെബിലിറ്റിയിലേക്കാണ്. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷണൽ ടൈമാണ് നിങ്ങളുടെ ലൈഫിൽ. മെജിഷ്യനാണ് നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടറായിട്ട് വന്നിരിക്കണേ. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്, വരാൻ പോകുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ്, ആറ്റിറ്റ്യൂഡിനെ കുറച്ച് ചേഞ്ച് ചെയ്യണം. കുറേ നെഗറ്റീവായിട്ടാണ് നിങ്ങൾ ചിന്തിക്കണേ. അപ്പോൾ അത് കുറച്ചൊരു മാറ്റം കൊണ്ടുവരണം. എന്താ വെച്ചാൽ നിങ്ങൾ നെഗറ്റീവായി ചിന്തിച്ചാൽ നെഗറ്റീവ് കാര്യങ്ങളെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുള്ളൂ. പോസിറ്റീവ് കാര്യങ്ങൾ വെക്കുക മനസ്സിൽ. വേൾഡ് ഞാൻ കാണുന്നത് ചില ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ ക്ലോസ് ഔട്ട് ആവണു, നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പോകണു. ഫിനാൻഷ്യൽ കാര്യത്തിലും സൂക്ഷിക്കണം. ഞാൻ ഒരു അത്ര ഒരു സമ്പാദിക്കില്ല എന്ന് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവാം നിങ്ങൾക്ക് ഈ മാസം. പക്ഷെ എന്തോ നിങ്ങളുടെ ലൈഫിലൊരു വലിയ മാറ്റം വരാൻ പോകുന്നുണ്ട് അതിലും. ഓക്കെ, ഔട്ട്കം ഞാൻ കാണുന്നത് ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ മാസം നിങ്ങൾ കുറേ കരിയർ ഫോക്കസ്ഡ് ആണ്, അതിലാണ് കൂടുതലും നിങ്ങളുടെ എഫേർട്ട് ഉള്ളത്. റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിൽ അത്ര നിങ്ങളുടെ ശ്രദ്ധ ഇല്ല. നിങ്ങൾ ഇൻഫാക്ട് പൈസയുടെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കണേ, അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. എന്തോ നിങ്ങൾ പിടിച്ചിരിക്കണ മാതിരി കുറേ ചെലവുണ്ടാവും. അത് മാത്രമല്ല കുറേ കോമ്പറ്റീഷൻ്റെ എനർജി ഉണ്ട്, വഴക്കിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ അതിലും സൂക്ഷിക്കണം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേഗം ദേഷ്യം വരണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് വെച്ചാൽ നിങ്ങളുടെ ജോബ് കരിയറിൽ കുറച്ചൊരു കാമായിട്ടിരിക്കണം. അതുമാത്രമല്ല വേറെ ആൾക്കാർ കുറേ ഇൻ്റർഫിയർ ചെയ്യണ എനർജിയും കാണാണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു റിലേഷൻഷിപ്പാണെന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ആവാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് കൂടുതൽ നിങ്ങളുടെ കരിയറിലാണ് ഈ വഴക്കുണ്ടാവണത്. അപ്പോൾ അതിൽ കുറച്ച് നിങ്ങളുടെ കുറച്ച് കാം ആവാൻ നോക്കുക. ഓക്കെ, കൂടുതൽ റിയാക്ട് ചെയ്യരുത്. അപ്പം എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് ഇവിടെ പറയണേ? ഒറക്കിൾ മെസ്സേജ് പറയണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് റീകൺസിഡർ എന്നാണ്. ഓക്കെ, അപ്പോൾ എന്തോ ഞാൻ പറഞ്ഞ മാതിരി എല്ലാം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ചൊരു ആലോചിച്ചിട്ട് നല്ല കാമായിട്ട് വേണം ഡിസിഷൻസ് എടുക്കുക. എന്താ വെച്ചാൽ എന്തോ തീരുമാനം നിങ്ങൾ എടുക്കണത് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ റീകൺസിഡർ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാർച്ച് മാസത്തിൻ്റെ മെസ്സേജ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.